ആൻഡ് ഗൈറോമിക്കിന്റെ കയ്യിലുള്ള ഈ ഒരു പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ പഴയ കാലത്തെ ഓർമ്മകളെല്ലാം തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. പണ്ട് ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കണമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ നൊസ്റ്റാൾജി ആയിട്ട് തോന്നുന്ന ഈ ഒരു പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഇപ്പോൾ ഓൺലൈനകത്ത് 500 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ലിസ്റ്റിലെ ഫസ്റ്റ് പ്രൊഡക്റ്റിന്റെ ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പണ്ട് കാലത്ത് നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളും കളിച്ച് നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആണ് ഈ കാണുന്ന 400-ലധികം ഗെയിംസ് വരുന്ന റിട്രോ ഗെയിമിംഗ് ബോക്സ്. അതുപോലെ ഈ ഒരു ഗെയിമിംഗ് ബോക്സിനകത്ത് ക്ലിക്ക് ആയിട്ടുള്ള നല്ല ബട്ടൺസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു LCD പാനലാണ്. അതുപോലെ ഈ ഒരു ഗെയിമിംഗ് ബോക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ഒറ്റ ഗെയിമിംഗ് ബോക്സ് ഉപയോഗിച്ച് 400-ലധികം ഗെയിംസ് നമുക്ക് ഇതുപോലെ കളിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പണ്ട് നിങ്ങൾ ഒരു റിട്രോ ബോക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഗെയിമിന്റെ പേരൊന്നും താഴെ കമന്റ് ചെയ്തേക്കുക. ഈ ഒരു റിട്രോ ബോക്സിനോട് കൊടുത്തിട്ടുള്ള ഈ ഒരു വയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ TV ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടിവിക്കകത്തും ഈ ഒരു റിട്രോ ബോക്സ് ഉപയോഗിച്ച് ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി ഗെയിമിംഗ് ബോക്സ് നിങ്ങൾ ഓൺലൈനിലൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 300 to 500 പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നമ്മൾ ലിസ്റ്റിലെ മറ്റൊരു നൊസ്റ്റാൾജിക് പ്രൊഡക്റ്റിന്റെ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൾഡബിൾ ഗൺ എന്ന് പറയുന്നത്, അതായത് തോക്ക്. ഈ ഒരു തോക്ക് നിസാരക്കാരനല്ല, ഈ ഒരു തോക്കിനകത്ത് പല വേറെ കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ തോക്കോലിരിക്കുന്ന ഈ ഒരു ഗണ്ണിനകത്ത് നമുക്കൊരു പേന അതായത് ഇതുപോലെ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു പേന ഉപയോഗിച്ച് നമുക്ക് എഴുതാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു പേന അതായത് ഒരു സ്റ്റാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വെക്കാനൊക്കെ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു തോക്കിനകത്ത് ഒരു LED ലൈറ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ കാണുന്നതാണ്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ LED ലൈറ്റ് ഓൺ ആയി വരുന്നതാണ്. സംഭവം കാണുമ്പോൾ ഇതൊരു വെറൈറ്റി ലുക്കായിട്ട് വരുന്ന ഒരു പേനായിട്ട് തോന്നും. പേനായിട്ട് മാത്രമല്ല ഒരു തോക്കായിട്ടും അതുപോലെ ലൈറ്റും ഒക്കെ ആയിട്ട് വരുന്ന ഒരു 3-in-1 ഗാഡ്ജറ്റ് ആണിത്. സംഭവം കാണാൻ അടിപൊളിയൊക്കെ ആണെങ്കിലും ഈ ഒരു പേന വാങ്ങിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 പേന മിനിമം വാങ്ങിക്കാൻ പറ്റുന്നതാണ്. കാരണം ഈ ഒരു പേന ഏകദേശം ഒരു 90 to 110 രൂപയ്ക്കാണല്ലോ ഓൺലൈനിലുള്ള പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഒരു പേന കണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്തേക്കുക. ആൻഡ് നമ്മുടെ ലിസ്റ്റിലെ മറ്റൊരു ഗെയിമിംഗ് ബോക്സ് ആണ് ഇത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. ഇതാണ് പോപ്പ് സ്റ്റേഷൻ ഗെയിമിംഗ് ബോക്സ്. ഈ ഒരു ഗെയിമിംഗ് ബോക്സിനകത്ത് അടിപൊളിയായിട്ടുള്ള ക്ലിക്കി ബട്ടൺസ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ മെയിൻ ആയിട്ട് ഇതിനകത്ത് ബ്രിക്ക് ഗെയിംസ് ആണ് ഉള്ളത്. അതായത് കളം ബ്രിക്സ് ഉണ്ടല്ലോ, ആ സംഭവം തന്നെയാണ് പണ്ട് കുറെ അധികം ഇംപ്രസ് ചെയ്തിട്ടുള്ള അതുപോലെ ഒരു പ്രാവശ്യം കളിച്ച് നോക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമിംഗ് ബോക്സ് ആണിത്. ഇതിലെ ബ്രിക്ക് ഗെയിംസ് കുറെ അധികം രീതിയിലാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കളിക്കാനും പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ ഒരു പോപ്പ് സ്റ്റേഷൻ നമുക്ക് ഓൺലൈനിലൂടെ ഏകദേശം ഒരു 150 to 200 രൂപയ്ക്കുള്ളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഗാഡ്ജറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കളിച്ച് നോക്കിയിട്ടുള്ളതും ഞാൻ കുറെ അധികം പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈ കാണുന്ന വാട്ടർ ഹാൻഡ് ഹെൽഡ് ഗെയിമിംഗ് ബോക്സ്. സംഭവമൊന്നുമില്ല, ഇതിനകത്ത് വെള്ളമാണ് നിറച്ചിട്ടുള്ളത്. ഈ ഒരു വെള്ളത്തിനകത്ത് കുറെ അധികം ബോൾസും റിംഗ്സും ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഹോൾസിനകത്ത് ഇടുക, അതല്ലെങ്കിൽ റിംഗിനകത്ത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു വാട്ടർ ബോക്സ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തതിനു ശേഷം കമന്റ് ചെയ്തേക്കുക. ഇതുപോലെ 2 ബട്ടൺസ് ആണ് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഈ റിംഗ് ആയാലും ബോൾ ആയാലും പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പണ്ട് കാലത്ത് നമ്മളെ മൊബൈൽ ആണെന്ന് പറഞ്ഞ് പറ്റിച്ച ഒരു ഗാഡ്ജറ്റും കൂടെയാണിത്. അപ്പൊ ഈ ഒരു ഗാഡ്ജറ്റ് ഇപ്പോൾ ഓൺലൈനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 150 to 200 രൂപയ്ക്കുള്ളിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നമ്മൾ ലിസ്റ്റിലെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ വരെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആണ് ഈ കാണുന്ന മൊബൈൽ ആംപ്ലിഫയർ സ്റ്റാൻഡ്. ഇത് സിമ്പിൾ ആണ്. ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ഇതുപോലെ അൺഫോൾഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇതിൽ നമ്മൾ മൂവീസ് ഒക്കെ കാണാൻ വേണ്ടി ഫോൺ വെക്കുവാണെങ്കിൽ ഇതുപോലെ ബിഗർ ആയിട്ട് ആംപ്ലിഫൈ ചെയ്ത് കാണുന്നതായിരിക്കും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്ക്രീനിൽ നിന്നും വലിയ സ്ക്രീനിലോട്ട് നമുക്ക് ഇത് ആംപ്ലിഫൈ ചെയ്ത് അല്ലെങ്കിൽ വലിയ സ്ക്രീനായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്ക്രീനിന്റെ ക്വാളിറ്റി ഒക്കെ പറയുവാണെങ്കിൽ അത്യാവശ്യം കോംപ്രമൈസ് ആണ്, എങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഈ ഒരു സ്ക്രീനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴും ഉത്സവങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഗാഡ്ജറ്റ് നിങ്ങൾക്ക് അവിടെ പക്കയായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു മൊബൈൽ ആംപ്ലിഫയർ സ്റ്റാൻഡ് നിങ്ങൾ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 150 രൂപ 200 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഫൈനലി ഇതൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാലം വളരെയധികം ഹാപ്പിയർ ആക്കിയിട്ടുള്ള കുറച്ച് ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഗാഡ്ജറ്റ്സ് അൺബോക്സ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് ഫൈനലി ഇതൊക്കെയാണ് നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഗാഡ്ജറ്റ്സിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ് ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.